നമസ്കാരം. നിലവിൽ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടീം ഇന്ത്യ. ടൂർണമെന്റിലെ ഫേവറിറ്റുകളിലൊന്നായ അവർ സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. വളരെ തിരക്കുള്ള മത്സരക്രമമാണ് 2025 ഇന്ത്യയുടേത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഈ വർഷം ഇന്ത്യക്ക് മുന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ഏഷ്യ കപ്പാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ക്രിക്കറ്റ് രാജാക്കന്മാർ ആര് എന്ന് തീരുമാനിക്കപ്പെടുന്ന ഏഷ്യ കപ്പ് ഇത്തവണ സെപ്റ്റംബറിലാണ് നടക്കുക. 8 ടീമുകളാകും ഈ വർഷത്തെ ഏഷ്യ കപ്പിൽ മത്സരിക്കുകയെന്നാണ് ക്രിക്ബസ് അടക്കം പുറത്തുവിടുന്ന റിപ്പോർട്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, UAE, ഹോങ്കോങ്, നേപ്പാൾ എന്നീ ടീമുകളാകും ഇത്. ടീമുകളെ 2 ഗ്രൂപ്പുകളായി തിരിച്ചാകും മത്സരങ്ങൾ. ഗ്രൂപ്പിൽ മുന്നിലെത്തുന്ന 2 ടീമുകൾ വീതം സൂപ്പർ 4-ലെത്തും. അവിടെ നിന്ന് 2 ടീമുകൾ ഫൈനലിലേക്കും മുന്നേറും. അതേസമയം T20 ഫോർമാറ്റിലാണ് അടുത്ത ഏഷ്യ കപ്പ് നടക്കാനിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ നിലവിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്ന പല താരങ്ങളും ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ടീമിന് ഒപ്പം ഉണ്ടാകില്ല. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ T20 സ്പെഷ്യലിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടീമിനെയാകും ഏഷ്യ കപ്പിൽ ഇന്ത്യ അണിനിരത്തുക. നിലവിൽ T20 ടീമിന്റെ പ്രധാന ഓപ്പണറായ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസണും ഈ സ്ക്വാഡിൽ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ പരിക്കിന്റെ പിടിയിലുള്ള സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ടീമിലേക്ക് തിരികെ എത്തിയേക്കും. ഈ വർഷത്തെ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ സാധ്യതാ സ്ക്വാഡ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാകുന്ന കാര്യം ഏറെ ഉറപ്പാണ്. അഭിഷേക് ശർമ്മയാകും മറ്റൊരു ഓപ്പണർ. കഴിഞ്ഞ കുറച്ചു നാളുകളായി T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുന്നത് ഈ 2 പേരും ചേർന്നാണ്. യുവതാരം യശസ്വി ജയ്സ്വാളും ടീമിൽ ഇടം പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സൂര്യകുമാർ യാദവ് തന്നെയാകും ടീമിന്റെ ക്യാപ്റ്റൻ. സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരായ റിങ്കു സിംഗും തിലക് വർമ്മയും ടീമിൽ ഉൾപ്പെട്ടേക്കും. രാജസ്ഥാൻ റോയൽസ് താരമായ ധ്രുവ് ജുറേലാകും ടീമിന്റെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ. സീനിയർ താരം ഹാർദിക് പാണ്ഡ്യയാകും ടീമിന്റെ പ്രധാന ഓൾറൗണ്ടർ. ശിവം ദുബെയ്ക്കും ഒപ്പം വിളി വരാൻ സാധ്യതയുണ്ട്. സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർമാരായി അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറുമാകും ഏഷ്യ കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുക. വലംകൈൻ പേസറായ ജസ്പ്രീത് ബുംറ ഏഷ്യ കപ്പിൽ കളിക്കുമെന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്തയായിട്ട് പുറത്തുവരുന്നത്. ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് ICC ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമായ ബുംറ IPL-ലൂടെ ക്രിക്കറ്റിലേക്ക് തിരിച്ചുവരവ് നടത്താനിരിക്കുകയാണ്. ബുംറയ്ക്ക് പുറമെ അർഷ്ദീപ് സിംഗ് ആകും പേസ് നിരയിൽ ഉൾപ്പെടുക. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയ് എന്നിവരും സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നുണ്ട്.